ഇന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആകെ 3 ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. 2 ക്വസ്റ്റ്യൻ 75 മാർക്കിനും ഒരു ക്വസ്റ്റ്യൻ 100 മാർക്കിനും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഡ്രോ ദ സെക്ഷണൽ എലിവേഷൻ ഓഫ് സ്പ്രെഡ് ഫൂട്ടിംഗ് ഫോർ എ വാൾ ഓഫ് 300 mm തിക്നെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ എലിവേഷൻ ഓഫ് സെമി സർക്കുലർ ആർച്ച് ആൻഡ് ഇൻഡിക്കേറ്റ്സ് ദെയർ ഈച്ച് കമ്പോണൻറ്റ് ഓർ പാർട്സ്. അതിന് രണ്ടിനും 75 മാർക്കാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയിൻ സർവേ ചെയ്യാനുള്ളതാണ്. പെർഫോം ചെയിൻ സർവേ ഫോർ road length 200 meter and plot all the necessary details required. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 300 mm തിക്നെസ് ഉള്ള വാളിന്റെ സ്പ്രെഡ് ഫൂട്ടിംഗ് വരയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അതിൽ ഞാൻ വരച്ചതിനെ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ വന്നപ്പോഴൊക്കെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടേ ഇല്ല. എപ്പോഴും 300 mm വാളിന്റെ സ്പ്രെഡ് ഫൂട്ടിംഗ് വരയ്ക്കുക എന്നാണ് പറയാറുള്ളത്. ഇതാണ് നമ്മുടെ ആള്. അപ്പൊ ഇതിന്റെ അളവുകളും ഓഫ്സെറ്റുകളും ഡെപ്തും വിഡ്ത്തും ഒക്കെ നമുക്കൊരു ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്കത് ഭംഗിയിൽ വരച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് സെമി സർക്കുലർ ആർച്ച് വരച്ചിട്ട് അതിന്റെ കമ്പോണൻസ് പാർട്സ് മാർക്ക് ചെയ്യാനാണ്. അപ്പൊ ഇതാണല്ലോ നമ്മുടെ സെമി സർക്കുലർ ആർച്ച്. ഇതും ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട് വേറൊരു ക്വസ്റ്റ്യനിലും. അതുപോലെ തന്നെ ഇത് സെപ്പറേറ്റ് വരച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ആർച്ച് വരച്ചിട്ട് നമ്മളോട് അതിന്റെ പാർട്സ് ഒക്കെ മാർക്ക് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഇന്നർ കർവിനെ നമ്മൾ ഇൻട്രാഡോസ് എന്ന് പറയും, ഔട്ടർ കർവിനെ എക്സ്ട്രാഡോസ് എന്ന് പറയും, ആർച്ചിന്റെ അണ്ടർ സൈഡിനെ സോഫിറ്റ് എന്ന് പറയും. ഈ ഹൈറ്റ് ആർച്ചിന്റെ റൈസ് ആണ്, ഇത് സ്പാൻ ആണ്, ഇത് ഡെപ്ത് ആണ്. ഇനി ഓരോ മെമ്പേഴ്സിനെ നമ്മൾ വൗസിയേഴ്സ് എന്ന് പറയും. പിന്നെ ഇതിന്റെ ടോപ്പ് പോയിന്റ് നമ്മൾ ക്രൗൺ എന്ന് പറയും. അതുപോലെ ഈ ഒരു ലോവർ ഹാഫ് പോർഷനെ നമ്മൾ ഹോഞ്ച് എന്ന് പറയും. ഇതിനൊക്കെ നമ്മൾ അതിന്റെ അബട്ട്മെന്റ് എന്ന് പറയും, 2 സപ്പോർട്ടുകളെ. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് ബേസിക് പാർട്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് സെമി സർക്കുലർ ആർച്ച് വരച്ചത് അതിനും നമ്മളടുത്ത് അളവൊന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ ഷീറ്റിൽ വരച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൽ പ്രാക്ടീസ് ചെയ്ത അളവിൽ തന്നെ വരച്ചിട്ട് അതിന്റെ പാർട്സ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയാവും. അപ്പം ഇതിനും നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് അളവുകളോ കാര്യങ്ങളൊന്നും തരാത്തത് കൊണ്ട് തന്നെ നിങ്ങളൊരു ഐഡിയയിൽ തന്നെ അത് വരയ്ക്കണം. അപ്പം ഇതാണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് വരയ്ക്കുക, ഇതിന്റെ പാർട്സ് മാർക്ക് ചെയ്യുക. അത് ഇനിയിപ്പോ പാർട്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങൾ 1-2 പാർട്സ് മാർക്ക് ചെയ്ത് വെക്കുക. പറഞ്ഞ സ്ഥിതിക്ക് കുറച്ചധികം മാർക്ക് ചെയ്ത് വെക്കുക. അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും അവർ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഇനി ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു 200 മീറ്റർ ലെങ്ത്തിൽ ഒരു റോഡിന്റെ, ഇതിപ്പോ ഒരു റോഡാന്ന് വിചാരിച്ചോ. ഈ റോഡ് ഒരു 200 മീറ്റർ ലെങ്ത്തിൽ നമ്മൾ റോഡിന്റെ സെന്ററിലൂടെ നമ്മൾ ചെയിൻ ഇടാം. ഇത് ചെയിൻ ആണ് കേട്ടോ. സെന്ററിൽ കൂടെ പോകുന്ന ആള് ചെയിൻ ആണ്. എന്നിട്ട് ഇതിൽ ചെയിൻ സർവേ പ്രാക്ടീസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് ഒരു റോഡിന്റെ സെന്ററിൽ കൂടെ നിങ്ങൾ അതിന്റെ ചെയിൻ ഇടുന്നു. ഒരു ഈക്വൽ, ഒരു മൊത്തം 200 മീറ്റർ ആണ് വേണ്ടത്. ഇപ്പം ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ നമുക്ക് 200 എടുക്കാം. ഇത് 200 എൻഡ് ആണ്. അപ്പം ഈ 0 എൻഡിൽ നിന്ന് ഒരു 20 മീറ്ററോ അല്ലെങ്കിൽ 50 മീറ്ററോ ഒക്കെ നിങ്ങൾ ഇന്റർവെൽസിൽ, ഇപ്പൊ ഒരു 20 മീറ്റർ ഇന്റർവെൽസിൽ 20, 40, 80 അങ്ങനെ ഒരു 20, 40, 60 ഇങ്ങനെ 20 മീറ്റർ ഇന്റർവെൽസിൽ അല്ലെങ്കിൽ 40 മീറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്യാപ്പ് ഇന്റർവെൽ ആയിട്ട് ഫിക്സ് ചെയ്യാം. ഇതിപ്പോ 10 ആണെങ്കിൽ അങ്ങനെ എടുക്കാം, പിന്നെ ഒരു 50, 100 അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ കുറച്ചും കൂടി ചെറിയ ഇന്റർവെൽസ് എടുക്കാം 20 മീറ്റർ. അപ്പൊ ഞാൻ 20 മീറ്റർ ഇന്റർവെൽ എടുത്തു. അപ്പം ഈ 20 മീറ്റർ ഇന്റർവെല്ലിൽ ഇതിന്റെ 2 സൈഡിലോട്ടുള്ള ഓഫ്സെറ്റ്, റൈറ്റ് സൈഡിലോട്ടും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള റീഡിങ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ടാവും. പിന്നെ പോരാത്തതിന് ഇതിന്റെ സൈഡിൽ ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ആ ബിൽഡിങ്ങിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഓഫ്സെറ്റ് എടുക്കാം. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു മരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അപ്പൊ ഇതിലോട്ടുള്ള ഓഫ്സെറ്റ് എടുക്കാം. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കുക. അത്ര അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു 200 മീറ്റർ റോഡിന്റെ സെൻട്രൽ ലൈനിൽ കൂടെ നമ്മൾ ചെയിൻ ഇട്ടിട്ട്, ഇത് പക്ഷെ നിങ്ങൾ ഫീൽഡിൽ പോയിട്ട് ചെയ്യാനുള്ള വർക്കായിരുന്നു. അപ്പൊ എനിക്കത് കാണിച്ചു തരാനുള്ള പരിമിതികളുണ്ട്. എങ്കിലും നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, ഒരു റോഡിന്റെ സെൻട്രൽ ലൈനിൽ നിങ്ങൾ ചെയിൻ ഇടുന്നു. ആ ചെയിനിൽ ഒരു ഈക്വൽ ഇന്റർവെൽസ് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്ത ഇന്റർവെൽസിനൊക്കെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നിങ്ങൾ എന്തെടുക്കുക, ഇതെടുക്കുക, ഓഫ്സെറ്റ് എടുക്കുക. അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും അതിന്റെ ഒരു വീതി അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കുക. ആൻഡ് ഈ പോയിന്റിൽ നിന്ന് സെൻട്രൽ ലൈനിൽ നിന്ന് സൈഡിലോട്ട് നിങ്ങൾ ഓഫ്സെറ്റ് എടുക്കാറില്ലേ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ കാണുമ്പോൾ? അങ്ങനെ ആ ഒബ്ജക്റ്റുകളിലോട്ടൊക്കെ എന്ത് ചെയ്യുക, ഓഫ്സെറ്റ് എടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുക. അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനൊരു ബേസിക് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുക. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയിൻ ഇടുന്നു, റോഡിന്റെ സെൻട്രൽ ലൈനിൽ കൂടെ ചെയിൻ ഇടുന്നു. ആ ചെയിനിൽ നമ്മൾ ഇന്റർവെൽസ് ഫിക്സ് ചെയ്യുന്നു. എത്ര ഇന്റർവെൽ അടിച്ചാൽ അത് ഫിക്സ് ചെയ്യുന്നു. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും ഒക്കെ ഉള്ള റീഡിങ്സ് എടുക്കുന്നു.
പിന്നെ ഒബ്ജക്റ്റുകളിലേക്കുള്ള ഓഫ്സെറ്റ് എടുക്കുന്നു. ഇതൊക്കെ ബേസിക് ആയിട്ട് എഴുതി കൊടുക്കുക. അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഇതാണ് ഒരു തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് കേട്ടോ. 2-3 വർഷം, 2019 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2019-18 ആണ് വർഷം. അപ്പൊ അന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു.